ദ ഷോഷാങ്ക് റിഡംഷൻ, ഫോറസ്റ്റ് ഗം, പൾപ്പ് ഫിക്ഷൻ. ഈ 3 സിനിമകൾ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമകൾ തന്നെയാണ്. ഈ സിനിമകൾ കണ്ടിട്ടുള്ളവരുടെ ഫേവറേറ്റ് മൂവീസിൻ്റെ ലിസ്റ്റ് എടുത്താൽ ഈ സിനിമകൾ തീർച്ചയായും അതിലുണ്ടാവും. ഈ 3 സിനിമകളെയും കണക്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 3ഉം 1994 ഒക്ടോബറിലാണ് റിലീസായത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3 ക്ലാസിക് സിനിമകളാണ് ആ വർഷം ഒക്ടോബർ മാസത്തിൽ പിറന്നത്. IMDbയുടെ ടോപ്പ് 15 ലിസ്റ്റ് എടുത്താൽ ഈ 3 സിനിമകളുണ്ടാവും. അതിൽ നമ്പർ 1 ആണ് ഷോഷാങ്ക് റിഡംഷൻ. ഫോറസ്റ്റ് ഗമ്പിനായിരുന്നു 1995 ഓസ്കാർ ഫോർ ദി ബെസ്റ്റ് പിക്ചർ. പൾപ്പ് ഫിക്ഷൻ വോൺ ദി ബെസ്റ്റ് സ്ക്രീൻ പ്ലേ. ദി ഷോഷാങ്ക് റിഡംഷന് മേജർ അവാർഡ്സ് ഒന്നും വിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീടത് IMDbയുടെ നമ്പർ 1 റേറ്റഡ് ഫിലിമായി ഇന്നും നിൽക്കുന്നുണ്ട്. 1995 അക്കാഡമി അവാർഡ്സ് ഡോമിനേറ്റ് ചെയ്തത് ഫോറസ്റ്റ് ഗംപ് ആണെങ്കിലും പൾപ്പ് ഫിക്ഷൻ ആൻഡ് ദ ഷോഷാങ്ക് റിഡംഷൻ അവർ തന്നെയായിരുന്നു സ്ട്രോങ് കോമ്പറ്റീറ്റേഴ്സ്. ഫ്രാങ്ക് ഡെറാബോണിൻ്റെ ദ ഷോഷാങ്ക് റിഡംഷൻ ക്രൈം ത്രില്ലർ സർവൈവൽ ജോണർ സിനിമയാണ്. ഇന്നും പ്രിസം ബേസ്ഡ് മൂവീസിൻ്റെ ഒരു ബെഞ്ച് മാർക്കായി മാറിയിരിക്കുന്ന സിനിമയാണ്. ടീം റോബിൻസൻ്റെയും മോർഗൻ ഫ്രീമാൻ്റെയും പ്രകടനങ്ങൾ എന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. റോബർട്ട് സെമേക്കസിൻ്റെ ഫോറസ്റ്റ് ഗം ടോം ഹാങ്കിൻ്റെ പ്രകടനം കൊണ്ട് തന്നെ മികച്ചു നിൽക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കൊല്ലത്തെ ഓസ്കാർ ഫോർ ദ ബെസ്റ്റ് ആക്ടർ ടോം ഹാങ്കിൻ്റെ കയ്യിൽ തന്നെ എത്തിയത്. കോമഡി റൊമാൻസ് ജോണറിലുള്ള സിനിമയാണ് ഫോറസ്റ്റ് ഗം. ദെൻ കംസ് പൾപ്പ് ഫിക്ഷൻ. ക്വൻ്റിൻ ടൊറന്റിനോ, ആ പേര് മാത്രം മതി നമുക്ക് ഈ സിനിമ കാണാൻ. 1994 റിലീസായ ഈ സിനിമ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ്. ക്രൈം ത്രില്ലർ ജോണറിലുള്ള സിനിമയാണത്. ഈ സിനിമകൾ നിങ്ങൾ ഇനിയും കണ്ടിട്ടില്ല എങ്കിൽ വേഗം തന്നെ പോയി കാണുക. എന്നിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.